محمدا عبده ورسوله وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا صدق الله مولانا الكريم. ബഹുമാനികളായ കാരണവന്മാരെ, സഹോദരങ്ങളെ, ഈ പുണ്യമായ ദിനത്തിൽ അല്ലാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഇത്തികാഫിന് നെയ്യത്തോടുകൂടെ നാം ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അല്ലാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യമായ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ ഭാര്യ മക്കളുടെയൊക്കെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഇഷ്ടക്കാർ, കുടുംബക്കാർ, സുഹൃത്തുക്കൾ, അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അവരിൽ ആരെങ്കിലും, നമ്മുടെ മക്കബറയിൽ മറികടക്കപ്പെട്ടവരിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പുണ്യമായ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അവർക്കും നമുക്കും അല്ലാഹു തആല സ്വർഗം ഓശാരമായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ അവസാനത്തെ പ്രവാചകരായ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പ്രവാചകത്വ പരമ്പരയ്ക്ക് അവസാനം കുറിക്കുകയും ഹജ്ജത്തുൽ വദായിൽ വെച്ച്, അതായത് അള്ളാഹുവിൻ്റെ പ്രവാചകർ വഫാത്താകുന്നതിൻ്റെ 2-3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന അവസാനത്തെ ഹജ്ജിൽ വെച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകരോട് അല്ലാഹു തആല പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഇന്നേ ദിനം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, അള്ളാഹു പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരികയും ചെയ്യിക്കുന്നുവെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രഖ്യാപിപ്പിക്കുകയും ചെയ്തത് പരിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ അല്ലാഹു തആല തന്നെ പൂർത്തിയാക്കുകയും അത് അവൻ്റെ പ്രവാചകരിലൂടെ തന്നെ സമ്പൂർണമായി ലോകത്തിന് സമർപ്പിക്കുകയും ചെയ്ത ഒന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ ദീനിൻ്റെ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ദീനിനെ കുറ്റം പറയാനും ദീനിനെതിരിലുള്ള പ്രമേയങ്ങളും ദീനിനെതിരുള്ള പ്രസ്താവനകളും ഫത്വകളും നൽകാനും ഒരുപാട് ആളുകളുള്ളൊരു കാലഘട്ടമാണിത്. പുതിയ ലോകമാണ്. പുതിയ ലോകത്ത് ആർക്കും എന്തും വേണമെങ്കിലും പറയാം. ആ പറയുന്നവർക്കൊക്കെ വോയിസ് പ്രചരിപ്പിക്കപ്പെടാനും അവരെ ശ്രദ്ധിക്കപ്പെടാനും ഒക്കെ കഴിയും. നല്ലത് പറഞ്ഞാൽ മാത്രം പ്രചരിക്കൂല. പക്ഷെ വേണ്ടാത്തത് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ എല്ലാവരുടെ കാതുകളിലും എത്തിക്കാൻ കഴിയുന്ന സംവിധാനമായിട്ട് സോഷ്യൽ മീഡിയ മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രശസ്തനായ ഒരു മലയാള പണ്ഡിതൻ, അദ്ദേഹം മലയാളത്തിൽ പണ്ഡിതനാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാളം വിഭാഗം തലവനായിരുന്നയാളാണ്. പക്ഷെ അദ്ദേഹം ഒരു കിതാബോധിയാളോ ഖുർആൻ പഠിച്ചയാളോ ദീനിയായി ജീവിക്കുന്നയാളോ 5 നേരം നിസ്കരിക്കുന്നയാളോ അല്ല. അദ്ദേഹം ഒരു മലയാളം പണ്ഡിറ്റാണ്. അതിൽ അദ്ദേഹത്തോട് വെല്ലുന്ന ആളുകൾ കേരളത്തിൽ വളരെ കുറവാണ്. എം.എൻ. കാരശ്ശേരി എന്ന് പറയുന്നയാള്, അദ്ദേഹം പറയുന്നത് ഇസ്ലാം മതം പൂർണ്ണമൊന്നുമല്ല, അത് സമ്പൂർണ്ണമായി എന്നൊക്കെ മൗദൂദി സാഹിബ് വെറുതെ പറഞ്ഞാണ് എന്നാണ് അയാൾ പറയുന്നത്. എന്താ ലോകത്ത് നടക്കുന്ന ആലോചിച്ചു നോക്കുക. അപ്പൊ ഇസ്ലാം സമ്പൂർണ്ണമല്ലെന്ന് പറയുന്നത് ആരാ? മുസ്ലിം പേരുള്ള ഒരാളാണ്. അയാൾ മുസ്ലിം ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ട അധികാരമൊന്നും നമുക്കില്ല. ഏതായാലും പറയുന്നത് ആരാ? മുസ്ലിം നാമധാരിയായ ആളുകളാ പറയുന്നത് ഇസ്ലാം സമ്പൂർണ്ണമല്ല, ഇസ്ലാം പൂർണ്ണമായിട്ടില്ല. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന് അല്ലാഹു പറയുമ്പോൾ ഇപ്പുറത്തൊരാൾ പറയുകയാണ് ഇസ്ലാം അങ്ങനെ സമ്പൂർണ്ണമായൊരു പദ്ധതിയൊന്നുമല്ല, സമ്പൂർണ്ണമായി പൂർത്തിയാക്കപ്പെട്ട മതമൊന്നുമല്ല എന്ന് അയാൾ പറയുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈഇൻ, ഖുർആനിൽ നമ്മൾ ഒന്നും പറയാതെ വിട്ടുപോയിട്ടില്ല, എല്ലാം ഖുർആനിൽ ഉണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. പക്ഷെ നമ്മൾ തിരഞ്ഞാല്, എന്നെ പോലത്തെ ഒരു മൗലവി തിരഞ്ഞാല്, അല്ലെങ്കിൽ ഒരു അറബി ഭാഷ പഠിച്ച ഒരാൾ തിരഞ്ഞാല് ഖുർആനിൽ 5 നേരം നിസ്കാരം നിർബന്ധമാക്കിയത് പോലും ഖുർആനിൽ കാണൂല. ലോഹർ എത്ര റക്കാത്താണെന്ന് തിരഞ്ഞാല് ലോഹർ 4 റക്കാത്താണെന്ന് ഖുർആനിൽ കാണൂല.
സുബഹി 2 റക്അത്താണെന്ന് ഖുർആനിൽ കാണൂല, അസർ 4 റക്അത്താണെന്ന് ഖുർആനിൽ കാണൂല. അതുകൊണ്ടാണ് ഖുർആൻ മാത്രം പ്രമാണമാണ്, ബാക്കി ഒന്നും സ്വീകരിക്കണ്ട എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ. ചാന്തപുരം ഇസ്ലാമിയ കോളേജിലും അതേപോലെ പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിലൊക്കെ ലെക്ചറും പ്രൊഫസറുമായി ജോലി ചെയ്ത ചേകനൂർ മൗലവി, ആ തിരോധനം സംഭവിച്ച മൗലവി, അയാള് പറഞ്ഞത്, അയാള് വ്യക്തമായി തന്നെ എഴുതിയതായ പുസ്തകം എന്റെ കൈവശമുണ്ട്. അയാള് വ്യക്തമായി തന്നെ പറഞ്ഞത് നിസ്കാരം 3 വക്തേ ഉള്ളൂ, അത്രയേ ഖുർആനിലുള്ളൂ, ബാക്കിയൊക്കെ തോന്നിയാസ. ലോഹറും അസറും നിസ്കരിക്കൽ ഹറാമാണ്. നിങ്ങൾ ആദ്യം കേൾക്കുന്നവരാണെങ്കിൽ ഇത് കേട്ടിട്ട് പിൻപറ്റണ്ട കേട്ടോ. ലോഹറും അസറും നിസ്കരിക്കൽ ഹറാമാണ്. അത് ഖുർആനിൽ അല്ല പറഞ്ഞിട്ടില്ല. മഗ്രിബി ഇശയും സുബ്ഹി മാത്രമേ ഖുർആനിലുള്ളൂ. അത് തന്നെ 2 റക്അത്തിനെ പറ്റിയേ ഖുർആനിലുള്ളൂ. 3 റക്അത്ത് മഗ്രിബി ഹറാമാണ്, 4 റക്അത്ത് ഇശ ഹറാമാണ്. ഒക്കെ 2 റക്അത്തേ നിസ്കരിക്കാവൂ. ആ 2 റക്അത്തിൽ നിൽക്കാതെ യാത്രക്കാരൻ കസറാക്കണം എന്ന് ഖുർആനിൽ തന്നെ അല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 2 റക്അത്തിനെ 1 റക്അത്താക്കണം. ആ 1 റക്അത്തിൽ 2 സുജൂദ് ചെയ്യാൻ പാടില്ല. ഒരിക്കലേ അല്ല സുജൂദ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് 1 സുജൂദേ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും ഉണ്ടാക്കിക്കൊള്ള നിർബന്ധമൊന്നുമില്ല, ഒന്നും ഉണ്ടാക്കിയ കുഴപ്പമില്ല. ബാങ്ക് കൊടുക്കണതിന് വിരോധമല്ല, പക്ഷെ കൊടുക്കണത് ആരും കേൾക്കാൻ പറ്റൂല. ഇതൊക്കെ പറഞ്ഞതാരാ? ജമാഅത്തെ ഇസ്ലാമിയുടെ ശാന്തപുരം കോളേജിലും അതേപോലെ തന്നെ മുജാഹിദുകളുടെ പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിലൊക്കെ ജോലി ചെയ്ത അൽമനാർ മാസികയിലൂടെ ഖുർആൻ പരിഭാഷയായിട്ട് മുജാഹിദുകളെ സഹായിച്ച മഹാപണ്ഡിതൻ എന്ന് അവർ വ്യാഖ്യാനിച്ച ആ ആള് തന്നെ അതൊക്കെ പറഞ്ഞത്. ആൾ ആദ്യമൊക്കെ പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഉസാറായിട്ടുണ്ട്, നമ്മുടെ വാപ്പാരൊന്നും പറയാത്ത തീർക്കല്ലേ, നല്ല പുതുമുണ്ടായിരുന്നു. അവസാനം റെയിലിൽ നിന്ന് വിട്ട് പായാൻ തുടങ്ങിയപ്പോഴാ ഇയാള് ശരിയല്ലാന്ന് അവർക്ക് മനസ്സിലായി, അവർക്ക് കോളേജിൽ നിന്നൊക്കെ പുറത്താക്കിയത്. ഏതാവട്ടെ, ഇതേപോലെയുള്ള ചിന്താഗതി ഇന്ന് സമൂഹത്തിൽ വളരുകയാണ്. അയാൾക്കേ തിരോധനം സംഭവിച്ചിട്ടുള്ളൂ. ആ ആശയമുള്ളവർ നമ്മുടെ സമൂഹത്തിൽ എത്രയുണ്ട്? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കുറെ മുസ്ലിം പെൺകുട്ടികൾ തട്ടം തോളിലൂടെ പെൺകുട്ടികൾ പറയാ ഇസ്ലാമിക നിയമങ്ങൾ മാത്രമേ മാറാത്തതുള്ളൂ, വേറെ എല്ലാ നിയമവും കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്, ഇസ്ലാമിക നിയമങ്ങൾ മാറ്റണം. ആരാ പറയുന്നത്? മുസ്ലിം പെൺകുട്ടികളാ. മുസ്ലിമായ വാപ്പാക്കും ഉമ്മാക്കും ജനിച്ചതെന്നുള്ള അർത്ഥത്തിനാ ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ അവരെ പറ്റി എന്ത് പറഞ്ഞു എന്നുള്ളതല്ലല്ലോ ഇവിടെ വിഷയം. അപ്പൊ ഈ പെൺകുട്ടികൾ പറയുന്ന അതാണ്. ഇതിനാ പെൺകുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ പലരും പറയുന്ന ഒന്നാണ്, പലരും എഴുതിയ ഒന്നാണ്. മുസ്ലിം വ്യക്തി നിയമം ഖുർആനിനും പ്രവാചക ചര്യയ്ക്കും അനുസരിച്ച് പുനഃക്രോഡീകരിക്കേണ്ടതും പരിഷ്കരിക്കേണ്ടതും അനിവാര്യമാണ് എന്ന് മാധ്യമത്തില് 10/6/97 4-ാമത്തെ പേജിൽ എഴുതിയ പത്രം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും ഒക്കെ അന്നത്തെ കാഴ്ചപ്പാടാണ്. ഇപ്പൊ എന്താ അവർ പറഞ്ഞത് നമുക്ക് അറിഞ്ഞൂടാ. നമ്മുടെ മോഡ് ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതിയല്ലോ. ശരീഅത്ത് കാലികമായി ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഭേദഗതി വരുത്തൽ അനിവാര്യമാണ്, അവരുടെ വാജിബാണ്. അത് ചെയ്യാൻ ആരെ ഏൽപ്പിക്കണം? ഇന്നത്തെ അശോക് സിംഗാളിനെയോ മോഡിനെ കണ്ട് ഏൽപ്പിച്ച് അവർ ഭംഗിയാക്കി അത് ചെയ്തു തരും. ഏതായാലും ഇതാണ് ലോകം. ഇങ്ങനെ നമ്മുടെ ദീനിനെ പൊളിക്കാൻ പറ്റുന്ന പുതിയ പുതിയ പ്രവർത്തനങ്ങൾ, പുതിയ പുതിയ ചിന്താഗതികൾ നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ കടത്തിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണിത്. അല്ലാഹു തആല പറഞ്ഞത് ഖുർആനിൽ എല്ലാം ഉണ്ട് എന്നാണ്. ലോഹർ എത്ര റക്അത്താന്ന് ഖുർആനിലുണ്ട്, അസർ എത്ര റക്അത്താന്ന് ഖുർആനിലുണ്ട്. അത് നമുക്ക് നോക്കിയാൽ കാണൂല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ വിവരമില്ലായ്മയാണ്, നമ്മുടെ അറിവുകേടാണ്. പാല് പറഞ്ഞ സാധനത്തിൽ എന്താ ഉള്ളത്? പാലന്നെ ഉള്ളത്. പക്ഷെ മിൽമക്കാർക്ക് ആ പാല് കിട്ടിയപ്പോ ആ പാല് വാങ്ങുന്നതിന്റെ 10 ഇരട്ടി വില ഒരു മിൽമ സമ്പാദിക്കുന്നു. അവര് നെയ്യിറക്കുന്നു, അവര് വെണ്ണയിറക്കുന്നു, അവരതേപോലെ തൈരും മോരും ഉണ്ടാക്കുന്നു, പേട മറ്റേ 10-14 പ്രൊഡക്റ്റുകളാ പാലിൽ നിന്ന് മിൽമ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ പാലാണ്. പാലിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ടായതല്ല. അത് വേർതിരിച്ചെടുക്കാനുള്ള കഴിവുള്ള ഒരു സംവിധാനം അവർ കണ്ടെത്തിയപ്പോ ആ പാലിൽ അതൊക്കെ ഉണ്ടായിരുന്നു. പുതിയതായിട്ട് ഉണ്ടായതല്ല, മിൽമ ഉണ്ടാക്കിയതല്ല എന്ന പോലെ ഖുർആനിൽ ഇതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അറിയാനുള്ള കഴിവാണ് ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെന്ത് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും, എന്തെന്ന് ലോകത്ത് എന്തൊക്കെ പരിഷ്കാരങ്ങൾ വന്നാലും, ലോകത്ത് എന്തൊക്കെ കാലഘട്ടത്തിൽ എന്തൊക്കെ അനിവാര്യമായി വന്നാലും അതിന് ചെയ്യേണ്ട പണി, അതിനൊക്കെ ഇസ്ലാമിൽ നിയമമുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, വലൂറുദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും. അത്തരം പ്രശ്നങ്ങൾ
അള്ളാഹുവിന്റെ പ്രവാചകർ ഉള്ള കാലത്താണെങ്കിൽ നിങ്ങൾ പ്രവാചകരോട് ചെന്ന് പറയുക, ആ പ്രവാചകർ അതിന് പരിഹാരം കണ്ടെത്തും. അതല്ല പ്രവാചകരുടെ കാലശേഷമാണെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരിലേക്ക് നിങ്ങൾ മടക്കുക. നിങ്ങളിൽ നിന്ന്, ഈ ജനങ്ങളിൽ നിന്നുള്ള വിവരമുള്ള ആളുകൾ, അത് കണ്ടെത്താൻ കഴിയുന്ന ആളുകൾ, അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ആളുകൾ ഖുർആനിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കും, എന്നിട്ട് അത് പറഞ്ഞു തരും. അത് ഖുർആനിൽ നിന്ന് കിട്ടിയതാണ് അവർക്ക്. ഞമ്മക്കത് നോക്കിയാൽ ഖുർആനിൽ കാണൂല. ഇങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് നിങ്ങൾ പോകണമെന്നാണ് സൂറത്തുൻ നിസായിന്റെ 83-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്, നമ്മളോട് കൽപ്പിക്കുന്നത്. നമ്മൾ സ്വയം ഇപ്പൊ ചെയ്യുന്ന എന്താ? നമ്മളിപ്പോ ചെയ്യുന്ന പണി എന്താ? എന്തെങ്കിലും കിട്ടിയ അതുമായിട്ട് ചായക്കടകളിലും റോഡ് സൈഡിലൊക്കെ ഇരുന്നിട്ട് അങ്ങോട്ട് ഇസ്ലാം വളമ്പല. അതാ പറഞ്ഞത് ശരിയല്ല, ആ പറഞ്ഞത് ഖുർആനിലില്ല, ഈ പറഞ്ഞത് ഹദീസിലില്ല, അത് ഖുർആനിനെതിരാണ്. ഓരോരുത്തരും അങ്ങോട്ട് വിളമ്പുക. ഇപ്പൊ ഖുർആൻ കണ്ടിട്ടൊന്നുണ്ടാവൂല, ഇപ്പൊ ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എം എൻ കാരശ്ശേരിനെ പോലെ മലയാളത്തിൽ ഡോക്ടറേറ്റ് ഉണ്ടാവും, പക്ഷെ ഇസ്ലാമുമായിട്ട് അതിന് ബന്ധമല്ല. ഇതുപോലെയുള്ള അവസ്ഥകളാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. അത് വിവരമുള്ളവരിലേക്ക് മടക്കണം. അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്നു, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹലാൽ എന്തൊക്കെയാണ്? ഇപ്പൊ നിങ്ങളുടെ മുമ്പിലുള്ള ഹലാലുകൾ അത് ഞാൻ വിവരിച്ചു തന്നിട്ടുണ്ട്. ഹറാം ഏതൊക്കെയാണെന്നും ഞാൻ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇവിടെ തീരൂല. ഇനി ലോകം പുരോഗമിക്കുകയാണ്, പുതിയ പുതിയ കാര്യങ്ങൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ബൈനഹുമാ മുഷ്തബിഹാത്തും, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് രണ്ടിന്റെ ഇടയിൽ തിരിച്ചറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഇത് ഹറാമാണോ ഹലാലാണോ എന്ന് തിരിച്ചറിയൂല. അത് ഖുർആനിൽ നോക്കിയാൽ കിട്ടൂല, അല്ലെങ്കിൽ ഹദീസ് നോക്കിയാൽ കിട്ടൂല. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് വരുമ്പോ നിങ്ങൾ ചെയ്യേണ്ട പണി, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ യഅലമുഹുന്ന കസീറും മിനൻ നാസ്, ജനങ്ങളിൽ അധികത്തിനും അതറിയൂല. ബഹുഭൂരിഭാഗം ആളുകൾക്കും അതിന്റെ നിയമം കണ്ടെത്താൻ കഴിയില്ല. ബഹുഭൂരിഭാഗം കസീറും മിനൻ നാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മഫ്ഹൂമു മുഖാലഫ. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ തന്റെ ഫത്വൽ ബാരിയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണാം, അന്ന മഅരിഫത ഹുക്മിഹ, ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ കസീറിന് അറിയൂല, അധികം ആളുകൾക്കും അറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അതിന്റെ ഹുക്മ മുംകിനുൻ, അത് അറിയൽ സാധ്യമാണ്. ലാകിൻ ലിൽ ഖലീലി മിനൻ നാസ്, ജനങ്ങളിൽ വളരെ കുറച്ച് ആളുകൾക്ക് അത് മനസ്സിലാവും. അവർക്കത് ഖുർആനിൽ നോക്കിയാൽ കിട്ടും, അവർക്കത് ഹദീസിൽ നിന്ന് കിട്ടും. പക്ഷെ വളരെ അപൂർവം ആളുകൾക്ക് അത് മനസ്സിലാകൂ. അതിന് മലയാളത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആൾക്ക് കിട്ടൂല, ഡോക്ടറോ എഞ്ചിനീയറോ ആയാൽ കിട്ടൂല, വേറെന്തെങ്കിലും ബിരുദം നേടിയവനായതുകൊണ്ട് കിട്ടൂല, ലോക പ്രശസ്തനായ എഞ്ചിനീയർ ആയതുകൊണ്ട് ഇതിന്റെ അർത്ഥം അറിഞ്ഞോ, ഇതിന്റെ ഈ ഹുക്മ കണ്ടെത്താൻ കഴിഞ്ഞോളണമെന്നില്ല. പിന്നെയോ വളരെ കുറച്ച് ആളുകൾക്ക് അത് കണ്ടെത്താൻ കഴിയും. അവരാരാ? വഹുമുൽ മുജ്തഹിദൂൻ. മഹാനായ ഹാഫിള് ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ തന്റെ ഫത്വൽ ബാരിയുടെ 1-ാമത്തെ വാള്യം 104-ാമത്തെ പേജിൽ പറയുന്നു, അത് കണ്ടുപിടിക്കാൻ കഴിയുന്നവർക്കാണ് മുജ്തഹിദ് എന്ന് പറയുക. അത്തരം ആളുകൾ സമൂഹത്തിൽ വളരെ കുറച്ച് മാത്രം ഉണ്ടാകുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ആളുകൾ അല്ലാത്തവർ ഖുർആൻ പരിഭാഷ നോക്കിയിട്ടോ അല്ലെങ്കിൽ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും പരിഭാഷ നോക്കിയിട്ടോ ദീൻ പറയാൻ തുടങ്ങിയാൽ യുദില്ലു ബിഹി കസീറ, ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകൾ പഴിച്ചു പോകും. ഖുർആൻ പരിഭാഷ അല്ലെങ്കിൽ ഖുർആൻ സ്വന്തം അങ്ങ് വ്യാഖ്യാനിക്കുക, അതൊക്കെയാണല്ലോ ഇന്നത്തെ ലോകം. ഇത് അടുത്തൊരു ശൈത്താൻ വേറൊരു ശൈത്താൻ പറയുന്നുണ്ട്. ഒരു കൂട്ടുകാരൻ, ഞാൻ മുമ്പ് ജോലി ചെയ്ത മഹലിലെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നൊരു വീഡിയോയിൽ ഒരു ശൈത്താൻ പറയുന്നത് കേട്ടു, നിക്കാഹ് നടത്തുമ്പോ ബാപ്പാനും ഇമ്മാനല്ലേ അടുത്തുകൊണ്ടിരുത്തേണ്ടത്, പെണ്ണും പുതിയ പെണ്ണും കെട്ടിക്കപ്പെടുന്ന പെണ്ണും ഉമ്മയാണ് തൊട്ടടുത്തിരിക്കേണ്ടത്, അല്ലാണ്ട് വേറെ ആരെങ്കിലും കൊണ്ട് ഇരുത്തിയിട്ടല്ല നിക്കാഹ് നടത്തിക്കേണ്ടത് എന്നൊരു ശൈത്താൻ പറയാം. എന്നിട്ട് മൂപ്പര് ന്യായം പറഞ്ഞ, ഞാൻ ഖുർആൻ വ്യാഖ്യാനിച്ച പണ്ഡിതനാണ്, എനിക്കറിയാലോ അതിനെക്കുറിച്ച്, ഞാൻ ഖുർആൻ വ്യാഖ്യാനിച്ച ആളാണ്, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ശൈത്താൻ, മുജാഹിദും അല്ല, സുന്നി അല്ല, ജമാഅത്തും അല്ല, ഒന്നും അല്ല കേട്ടോ, അത് അങ്ങനെ ഒരു പിശാചാണ്. അങ്ങനത്തെ എത്രയോ എണ്ണങ്ങൾ ഇപ്പൊ ഉണ്ട്. ഇവരാണ് ഇപ്പൊ ഇസ്ലാം പ്രസംഗിക്കുന്നത്, ഇവരെ ഏറ്റെടുക്കാൻ ആളുണ്ട്, ഇവർക്ക് സ്ഥാനം കൊടുക്കാൻ ആളുണ്ട്, ഇവർക്ക് സർക്കാർ ലെവലിൽ അംഗീകാരങ്ങൾ കിട്ടും, അവരാളുകൾക്കിടയിൽ വലിയ ആളുകളായി മാറാൻ അവർക്ക് സൗകര്യങ്ങൾ നമ്മുടെ ഭരണകൂടങ്ങൾ ചെയ്തു കൊടുക്കും. ഏതായാലും ആ അത്തരം ആളുകൾ യുദില്ലു ബിഹി കസീറ,
അല്ലാഹു തആല പറഞ്ഞത് ഒരുപാട് ആളുകൾ ഖുർആൻ കൊണ്ട് പഴിച്ചു പോകും. അതിന്റെ പരിഭാഷയും അതിന്റെ തോന്നിയാസവും പറയാൻ തുടങ്ങിയാൽ പഴിച്ചു പോകും. ഇനി ഹദീസ് ആണെങ്കിലോ അല്ലാണ്ട് റസൂൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അൽ ഹദീസു മുദില്ലത്തുൻ ഇല്ലാ ലിൽ ഫുഖഹായി. ഇനി ഹദീസ് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അത് ഫുഖഹാ വിവരമുള്ളവരല്ലാത്തവരെ ഹദീസ് പഴപ്പിക്കും. പഴയ്ക്കാൻ അത് തന്നെ ധാരാളമാണ്. അത് പഴപ്പിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിഴയ്ക്കാതിരിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് പിഴയ്ക്കാതിരിക്കണമെങ്കിൽ വൈരിൽ മഗ്ലൂബി അലൈഹിം, അല്ലാഹുവേ നീ ദേഷ്യപ്പെട്ട നിന്റെ വിരോധം നിന്റെ ക്രോധം ഏറ്റുവാങ്ങിയ ജൂത ക്രിസ്ത്യരുടെ മാർഗത്തിലേക്ക് എന്നെ നീ ചേർക്കല്ലേ. വലല്ലാലീൻ, വിശ്വാസപരമായി പഴച്ച ലലാലത്തിന്റെ കക്ഷികളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തല്ലേ തമ്പുരാനെ എന്ന് ദിവസം 17 പ്രാവശ്യം നിർബന്ധമായി പ്രാർത്ഥിക്കുന്ന മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ ലലാലത്ത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നിലപാട് ആവശ്യമാണ്. ഒരു നിലപാട് അത്രയേ നമ്മുടെ പൂർവിക പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളൂ. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു തങ്ങള് ഹിജ്റയുടെ 2ാമത്തെ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂഫയിലാണ് ജീവിക്കുന്നത്. അദ്ദേഹം കാണുകയാണ്, അദ്ദേഹം ഒരു തുണിക്കച്ചവടക്കാരനാണ്, വലിയ പണ്ഡിതനാണ്, വലിയാണ്, സൂഫിയാണ്, മഹാനാണ്, ആരിഫീങ്ങളിൽപ്പെട്ടയാളാ. പക്ഷെ പണി തുണിക്കച്ചവട. മൂപ്പര് തുണിക്കച്ചവടക്കാരനാ. പക്ഷെ അവിടെയാണ് കാണുന്നത് ഓരോ മൗല്യന്മാര്, അങ്ങനെ തന്നെ പറയാ, ഓരോ മൗല്യന്മാരെ ഇറക്കുക ഫത്വ. ഖുർആനിൽ എങ്ങനെയുണ്ട്, ഹദീസിൽ ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നത് മൂപ്പര് കേൾക്കുക. അപ്പോഴാ മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നിങ്ങള് ഇങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ, ഇതിനൊരു പരിഹാരമാണല്ലോ. ആദ്യമായി രംഗത്ത് വന്നത് മൂപ്പരാ. അദ്ദേഹം ഇതിന് ഖുർആനിൽ നിന്ന് എങ്ങനെയാണ് നിയമം പിടിച്ചെടുക്കേണ്ടത്, ഹദീസിൽ നിന്ന് എങ്ങനെയാണ് നിയമം പിടിച്ചെടുക്കേണ്ടത് എന്നതിന് ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയെടുത്ത ആദ്യത്തെ ആളാണ് മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു തങ്ങൾ. ഹനഫി ഇമാം നമ്മൾ പറയുന്ന മഹാൻ, അള്ളാഹു അദ്ദേഹത്തോടു കൂടെ നമ്മയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അതാണ് ഉസൂലുൽ ഫിഖ് എന്ന് പറയും. ഹനഫി മദ്ഹബിലെ ഉസൂലുൽ ഫിഖ് മുസല്ലമു സുബൂത്ത് എന്നാണ് ആ കിതാബിന്റെ പേര്. ഞാൻ കോളേജിൽ വെച്ച് ഓതിയിട്ടുണ്ട് ആ കിതാബ്. അല്ലാഹു തആല നാഫിയായ ഇൽമു കൊണ്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനവറുകളാണ് ഒരു അടിത്തറ ഉണ്ടാക്കിയത്, ഈ പ്ലാറ്റ്ഫോം. ഇതിൽ നിന്നുകൊണ്ട് വേണം ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ. ആ പ്ലാറ്റ്ഫോം ഭദ്രമായിട്ടുണ്ടാക്കി ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതാണ് ഹനഫി മദ്ഹബ്. അല്ലാണ്ട് ലോകത്തുള്ള വിഷയങ്ങളൊക്കെ ക്രോഡീകരിച്ചിട്ട് പട്ടികയാക്കിയിട്ട് കടകളിലെ വിലവിവര പട്ടിക പോലെ എഴുതി വെച്ചു എന്നല്ല. പഴയ്ക്കാതിരിക്കാനുള്ള മാർഗം ഹനഫി ഇമാം ഉണ്ടാക്കി വെച്ചു. അതിന്റെ ശേഷം അതേ കാര്യം 10 കൊല്ലം കഴിയുമ്പോ അതേ കാര്യം വീണ്ടും മദീനയിൽ മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു നിങ്ങൾ മദീനയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ അറിയില്ല, രണ്ടാളും 2 ലോകത്താ. അത് കഴിയുമ്പോ മാലിക് ഇമാമിന്റെ ശിഷ്യനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ അതുപോലെ അടിത്തറ ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യനായ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങളും അതേപോലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ആ തറയിൽ നിന്നുകൊണ്ട് വേണം ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ. ഓരോരുത്തർക്കും തോന്നിയതുപോലെ ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കാൻ പാടില്ല. ഒരു വ്യവസ്ഥ വേണമെന്ന് തീരുമാനിച്ചു. ആ വ്യവസ്ഥ ക്രോഡീകരിച്ചു വെച്ചു. അതിനാണ് മദ്ഹബ് എന്ന് പറയുന്നത്. ആ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവരുടെ ശിഷ്യന്മാരായ അവരെ പിൻപറ്റിയവരായ ആളുകൾ ആ അടിത്തറയിൽ നിന്നുകൊണ്ട് ഖുർആനും ഹദീസും ഒക്കെ വ്യാഖ്യാനിച്ചു. അതിൽ നിന്ന് നിയമങ്ങൾ കണ്ടുവച്ചു, അതിൽ നിന്ന് നിയമങ്ങൾ ക്രോഡീകരിച്ചു വെച്ചു. ഇത് ഹനഫി ഇമാം ഉണ്ടാക്കിയൊന്നല്ല. ഹനഫി മദ്ഹബുമായിട്ട് ഹനഫി ഇമാമിന് വലിയ ബന്ധമൊന്നുമില്ല. ഒക്കെ പിൻകാലക്കാരായ മഹാനായ മുഹമ്മദ് യൂസുഫ് തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാരാ ഹനഫി മദ്ഹബിന്റെ മസലകൾ ക്രോഡീകരിച്ചത്. അതിന്റെ അടിത്തറ പ്ലാറ്റ്ഫോം ശരിയാക്കിയത് ഹനഫി ഇമാമാണ്. ഇതുപോലെ തന്നെ ഷാഫി ഇമാമിന്റെ നിയമങ്ങൾ ഷാഫി ഇമാമ പറഞ്ഞതേ അല്ല. ഷാഫി ഇമാമ പറഞ്ഞത് ഷാഫി മദ്ഹബിൽ തെളിവെന്നാവൂല, ഒക്കെ എതിരാ. മിക്കവാറും ഒക്കെ അതിനെതിരില്ല ഷാഫികൾ പറയാ. കാരണം അതിന്റെ ശേഷം വന്ന മുജ്തഹിദുൽ മദ്ഹബ്, മുജ്തഹിദുൽ ഫത്വ തുടങ്ങിയ അടുത്ത മർത്തബയിലുള്ള പണ്ഡിതന്മാർ ഇമാം നബവി റളിയല്ലാഹു അൻഹു, ഇമാം റാഫി റളിയല്ലാഹു അൻഹു തുടങ്ങിയവരാണ് ഷാഫി ഫിഖ് ക്രോഡീകരിച്ചു വെച്ചത്. ഷാഫി ഇമാമല്ല, അടിത്തറ ഷാഫി ഇമാമിൻ്റെതാ. ഹദീസ് എങ്ങനെ മനസ്സിലാക്കണം, ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണം, അതിൽ നിന്ന് എങ്ങനെയാ നിയമം പിടിച്ചെടുക്കേണ്ടത്, ആ നിയമങ്ങൾ എടുക്കുമ്പോൾ എന്തൊക്കെ അടിസ്ഥാനങ്ങൾ പാലിക്കപ്പെടണം, ഇതാണ് മദ്ഹബ്. ഈ റെയിലും വന്ന് തെറ്റിയതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പുതിയ ചിന്താഗതിക്കാർക്കൊക്കെ പറ്റിയ അബദ്ധം. അവർക്ക് അങ്ങനെ അടിത്തറയില്ല. റെയിലും വന്ന് പോയാൽ പിന്നെ ഏതി പായാലോ.
പിന്നെ പ്രത്യേകമായ റൂട്ടൊന്നുമില്ല. വായി തോന്നിയതൊക്കെ പറയാം. ഇന്നലെ തൗഹീദ്, ഇന്ന് ശിർക്ക്. ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഒരു ഒരു വഹാബി മൗലവി പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്നു. ആ പ്രസംഗം യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുന്നു. പിറ്റത്തെ 2 ദിവസം കഴിഞ്ഞപ്പോ അതേ മൗലവി വീഡിയോന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത് തെറ്റാണ്, ഹറാമാണ്, എന്റെ നേതാക്കന്മാർ അത് തിരുത്തി പറയാൻ എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ അന്ന് ശിർക്ക് എന്ന് പറഞ്ഞത് ശിർക്കല്ല, അത് തൗഹീദാണ് എന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ ഒരു മൗലവി എന്താ നന്മണ്ടയോ എന്തോ പറയേണ്ട ഒരു പ്രാസം നടക്കണമെന്നില്ലേ, ആ ചങ്ങായി 2 ദിവസം കഴിഞ്ഞപ്പോൾ പറയാം, ഞാൻ അന്ന് ശിർക്ക് എന്ന് പറഞ്ഞത് അത് ശിർക്കല്ല, തൗഹീദാണെന്ന് എന്റെ നേതാക്കന്മാർ എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പുറത്താണ് ലോകം. ഈ വെള്ളിയാഴ്ച പറയാ, ശനിയാഴ്ച ആകുമ്പോ തിരിച്ച. എന്തുകൊണ്ടാ അത് റെയിലുമെന്ന് വിട്ടു? അള്ളാഹുവും അവന്റെ പ്രവാചകരും ദീന് പഠിപ്പിച്ചു തന്ന ആ റെയിലുമ്മ നിന്നുകൊണ്ട് ദീൻ പറയാനുള്ള നിലപാട് ഉണ്ടാക്കി തന്നവരാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകൾ. ആ 4-1 മദ്ഹബിന്റെ റെയിലിൽ, ആ പ്ലാറ്റ്ഫോമിൽ ഉറച്ചു നിന്നുകൊണ്ട് ഖുർആൻ വ്യാഖ്യാനിച്ചാൽ പഠിക്കൂല, ഹദീസിന് അർത്ഥം പറഞ്ഞാൽ തെറ്റൂല. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, ലൗലാ ബയാനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലും വൽ മുജ്തഹിദീന, മുജ്തഹിദുകളായ പിൻഗാമികളായ പണ്ഡിതന്മാരും ലന, നമുക്ക് വിവരിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, മാ അജ്മല മിനൽ കിതാബി വസ്സുന്ന, ഖുർആനിൽ അള്ളാഹുവും ഹദീസുകളിൽ അള്ളാഹുവിന്റെ പ്രവാചകരും മൊത്തമായി പറഞ്ഞ കാര്യങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ ഖുർആനിനും അതേപോലെ മുജ്തഹിദുകൾ ഹദീസിനും നമുക്ക് വിവരണം തന്നില്ലായിരുന്നുവെങ്കിൽ, വിശദീകരിച്ച് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, ലമാ ഖദറ അഹദും മിന്നാ അലാ ദാലിക, നമ്മളിൽ ഒരാൾക്കും അത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് മഹാനായ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ മീസാനിൽ പറയുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ മുമ്പിലുകളെ ഞാൻ ചുരുക്കട്ടെ, നമ്മുടെ അടിത്തറ വളരെ ഭദ്രമായിരിക്കണം. എന്നാ ഒരുത്തം കുലുക്കിയാലും നമ്മൾ കുലുങ്ങൂല, ഏത് ദജ്ജാല് വന്ന് ഭീഷണിപ്പെടുത്തിയാലും നമ്മൾ പേടിക്കേണ്ടി വരില്ല. അതിന് നമ്മുടെ അടിത്തറ, ശരിയായ അടിത്തറയിൽ നമ്മൾ എടുക്കപ്പെട്ടവരാകണം. അതുകൊണ്ടായി ഇന്നിപ്പോ അടുത്ത ദിവസം നമ്മളെ മഹലിലൊരാള് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഉസ്താദെ, നായ നജസാണെന്ന് അള്ളാഹു റസൂലോ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ ഒരാൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ. നായ നജസാണെന്ന് അള്ളാഹുവോ റസൂലോ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി പ്രസംഗിക്കാം. മുമ്പ് ഷബാബിൽ എഴുതിയതാണത്. അത്രേ അയാൾ, ഈ പറഞ്ഞ എന്നെ വിളിച്ച ആള് എന്റെ മഹല്ലുകാരൻ അത്രേ കണ്ടിട്ടുള്ളൂ. അതിന്റെ അപ്പുറം, കുറച്ചും കൂടി അപ്പുറം ഞാൻ കണ്ടിട്ടുണ്ട്. നായയെയും ആനയെയും പൂച്ചയെയും തിന്നാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല എന്ന് പ്രബോധനം എഴുതിയിരുന്നു. എന്റെ ഉണ്ടാ സാധനം, ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖപത്രം. പന്നിനെ തിന്നാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ട്, പന്നി ഇറച്ചി തിന്നാൻ പറ്റൂല. നായനെ തിന്നാൻ പാടില്ല എന്ന് ഖുർആനിൽ എവിടെയുള്ളത്? ആനനെ തിന്നാൻ പാടില്ല എന്ന് എവിടെയുള്ളത്? പൂച്ചനെ തിന്നാൻ പറ്റില്ല എന്ന് എവിടെയുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോ ഈ കുറച്ചാണ്ട് കഴിഞ്ഞാൽ ഈ പട്ടികളൊക്കെ അങ്ങനെ കുറഞ്ഞു വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ അതിൽ കുടുങ്ങരുത്. വെറുതെ അല്ല മദ്രാസ് നിന്ന് കാത്തിറച്ചിയെന്നും പറഞ്ഞിട്ട് കയറ്റി വിടുന്നത്. ഇങ്ങനെ തിന്നാൻ കുറച്ച് ആൾക്കാർ 10 കൊടുക്കാനുണ്ട്. ഖുർആനിൽ അല്ല പറഞ്ഞിട്ടില്ല, ശരി തന്നെയാ. പക്ഷെ നമ്മ നോക്കിയാൽ കാണുന്നില്ല എന്ന് വിചാരിച്ച് ഖുർആനിലില്ല എന്നാ. നായ നജസാണോ അല്ലയോ എന്നൊക്കെ നമ്മുടെ ഇമാമുകൾ ഖുർആൻ മുന്നിൽ വെച്ചിട്ട്, ഹദീസ് മുന്നിൽ വെച്ചിട്ട് 10 ലക്ഷത്തിലധികം ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാഠമുണ്ടായിരുന്ന ഹഫാലുകളായിരുന്ന പണ്ഡിതന്മാര് പറഞ്ഞ മസേലകൾ അവിടെ കിടക്കുന്നുണ്ടാകും. പോരാ, അതൊക്കെ വിട്ടിട്ട് ഓരോരുത്തരും ഫത്വ ഇറക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. യുദില്ലു ബിഹി കസീറ, ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകളെ അല്ല പഴപ്പിക്കും. നമ്മളതിൽ പെടരുത്. ആ വലാലത്തിൽ പെടാതിരിക്കാനാണ് 5 നേരം നമ്മൾ ദ്വാരക്കുന്നത്. വൈലിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ആ പഴച്ചവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തല്ലേ തമ്പുരാനെ എന്ന് ദ്വാരക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടെ അർത്ഥം ആലോചിച്ച് തന്നെ അവിടെ നിങ്ങൾ ദ്വാ ചെയ്യേണ്ട ഒരു ദ്വയാണ് വൈലിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന ആ ദ്വാ നമുക്ക് എപ്പോഴും അനിവാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു അത് ഫാത്തിഹായിൽ ഉൾപ്പെടുത്തിയതും നമ്മൾ 5 നേരം ആ ദ്വാ ദ്വാരക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് റസൂല, അള്ളാഹു തആല പറയുന്നു, ആരെങ്കിലും നബി തങ്ങളോട് എതിരാവുകയും നേർമാർഗം വ്യക്തമായതിന്റെ ശേഷം ആരെങ്കിലും നബി തങ്ങളോട് എതിരാവുകയും അൽമുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്തതിനെ പിൻപറ്റുകയും ചെയ്താൽ, സ്വഹാബത്ത്, താബീകള്, താബികള് അവരാണ് അൽമുഅ്മിനീങ്ങൾ. ഇപ്പോഴുള്ള ആളുകളല്ല. പൂർവികരായ നമ്മുടെ സ്വഹാബത്ത്, താബികള് ഹിജറയുടെ ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ ജീവിച്ച, 3 കർണിൽ ജീവിച്ച, ഹിജറ 240 40-ലാണ് മഹാനായ
ഹിജറ 240 മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന അവസാനത്തെ മദ്ഹബിന്റെ ഇമാമ്. അതുവരെയുള്ള കാലം നല്ല സുന്ദരമായ കാലം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എന്റെ കാലമാണ് ഏറ്റവും നല്ല കാലം. അത് കഴിഞ്ഞാൽ താബീകളുടെ കാലം, അത് കഴിഞ്ഞാൽ താബികളുടെ കാലം. ആ കാലം കഴിയുമ്പോ സുമ്മ യൽഹറുൽ കദിബു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പിന്നെ കളവ് പ്രകടമാകും. പിന്നെ കളവിനാണ് ആധിപത്യം ഉണ്ടാവുക എന്ന് റസൂലുള്ള പറഞ്ഞ ആ കളവിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം. കേട്ടതൊക്കെ വിശ്വസിക്കുകയും അതൊക്കെ ദീനായി അതൊക്കെ മതമായി മനസ്സിലാക്കുകയും ചെയ്താൽ വലിയ അപകടങ്ങളിൽ നമ്മൾ ചെന്ന് ചേരും. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വയ റസൂലുള്ളാഹി തങ്ങളോട് എതിരാവുകയും ആ സലഫുസ് സാലിഹീങ്ങളുടെ മാർഗമല്ലാത്തതിനെ പിൻപറ്റുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവനെയും അവൻ ഏറ്റെടുത്തതുമായിട്ട് നമ്മളങ്ങോട്ട് വിടും. അല്ല പറയാ, അവൻ അവന്റെ മതമായിട്ട് അങ്ങോട്ട് പോകും. വനുസ്ലിഹി ജഹന്നം, അവസാനം നമ്മൾ അവനെ നരകത്തിൽ കൊണ്ടുപോയി തള്ളും. വസഅത്ത് മസീറ, അത് വളരെ ചീത്താനുള്ളതുമില്ല. അല്ലാഹു തആല നരകത്തെ തൊട്ട് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനുകളെ, നമ്മൾ ജാഗ്രതയായിരിക്കേണ്ട കാലമാണ്. പഴപ്പിക്കാനുള്ള ഇബ്ലീസുകൾ ദജ്ജാലൂന കദ്ദാബൂന, അള്ളാഹിന്റെ റസൂല് പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ദജ്ജാലുകൾ വിലസുകയാണ് ഇന്ന് ലോകത്ത്. നുണയന്മാര് ഇസ്ലാമിന്റെ വാക്താക്കളായി പ്രത്യക്ഷപ്പെടുകയാണ്. അവരാണ് ഇന്ന് ലോകത്തോട് ഇസ്ലാം പറയുന്നത്. അവരാണ് ടിവിയിൽ ഇരുന്നിട്ട് ഇസ്ലാമിനെ പറ്റി ഫത്വ ഇറക്കുന്നത്. അവരാണ് സോഷ്യൽ മീഡിയകളിൽ വിലസുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത്തരം പഴവുകളിൽ നിന്നും പെടാതെ നമ്മുടെ പൂർവികർ ഏത് ലെവലിലായിരുന്നോ ആ പാതയിൽ ഉറച്ചു നിൽക്കുക. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫിയെ പോലെ, അഹ്മദ് ബിൻ ഹംബലിനെ പോലെ, ഇമാം മാലിക്കിനെ പോലെ, ഇമാം ഷാഫി തങ്ങളെ പോലെയുള്ള മഹാന്മാരുണ്ടാക്കി വെച്ച ആ പ്ലാറ്റ്ഫോമിൽ ഉറച്ചു നിന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പഴിക്കൂല. അതേ മാർഗമുള്ളൂ. അല്ലാതെ ഖുർആൻ കൊണ്ട് ഖുർആൻ പരിഭാഷ വായിച്ചിട്ട് ഇസ്ലാം മനസ്സിലാക്കിയാൽ എമ്മങ്കാരശ്ശേരി പറയുന്നത് പോലെ പറയും, അല്ലെങ്കിൽ മുസ്തഫ മൗലവി 10 പേർക്കും പോലെ 10 പേർക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദീനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മൾ ഇവിടെ ജോലി ചെയ്തിരുന്ന നാഫി മൗലവി നമുക്കൊക്കെ അറിയാലോ. അദ്ദേഹത്തിന്റെ എളാപ്പാന്റെ ഭാര്യ ഹബീബാത്തുമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഞാനൊക്കെ പോയിരുന്നു. ഞങ്ങളുടെ കുടുംബമായിട്ട് വളരെ ബന്ധമുള്ള ഒരു കുടുംബമാണ് അവര്. അല്ലാഹു തആല അവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സ്വർഗത്തിൽ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഭർത്താവ് സൈനുദ്ദീനിക്ക് മരിച്ചു പോയിട്ട് കുറെ കാലങ്ങളായി. അതേപോലെ നാഫിന്റെ വാപ്പയും ഹംസക്കും അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും റബ്ബുൽ ഇസ്സത്ത് അവരുടെ ജന്നാത്തിൽ